भूतेर्महद्भिर्य इमा पुरो विभुः निर्मायशेते यदमूषु पूरुष भुङ्क्ते गुणान् षोडश षोडशात्मका सोऽलं कृषीष्ट भगवान् वचांसि मे। ഭാഗവതത്തെ അറിയാൻ ഈ ഭാഗവതത്തിൽ അലിയാൻ, ഭാഗവതത്തെ അറിയാൻ ശ്രീമദ് ഭാഗവതത്തിൽ അലിയാൻ, ലക്ഷ്യമതും മാത്രം ഹരിയിൽ ഭക്തിയുണർത്തും സംഗീതം ഹരിനാമലഹരി സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. വീണയിൽ സംഗീത സാഗരം തീർക്കുന്ന വാണീദേവിയും കാക്കേണേ എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഹരേ ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. കണ്ഠം തന്നിൽ ഗാനം നിറയാൻ കണ്ണാ നീ താൻ തുണയേകു. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ആദ്യത്തെ ഗുരുവായൂരന്റെ അച്ഛനുപാദ നമസ്കാരം. ആദ്യത്തെ ഗുരുവായൂരനുടെ അച്ഛനുപാദ നമസ്കാരം. അമ്മിഞ്ഞപ്പാൽ മധുരം നൽകിയ അമ്മേ നീ വരമേകേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ
അലിയാ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീകൃഷ്ണാനിൻ കീർത്തനമലരുകൾ ശ്രീപാദത്തിൽ അർച്ചിക്കാം. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാ, ഭാഗവതത്തിൽ അലിയാ. ലക്ഷ്യമതൊന്നു മാത്രം ഹരിയിൽ ലഹരിയുണർത്തും സംഗീതം. ഭക്തിയുണർത്തും സാഫല്യം. ഭക്തിയുണർത്തും സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാ, ഭാഗവതത്തിൽ അലിയാ. ഭാഗവതത്തിൽ അലിയാ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീകൃഷ്ണൻ തൻ്റെ ഹാസം നിറയുമനുപമ സുന്ദര ചുണ്ടിലെന്നും രാഗത്തിൻ തേൻ ചുരത്തും മധുരമുരളിയെ ഞാനിതാ കൈതൊഴുന്നേൻ. സൗകര്യം കിട്ടുമെങ്കിൽ ഭവതി മുരളികെ ഒന്നു നീ ചൊല്ലിടേണം. ഞാനാകുന്നോരി ജന്മ പശുവിനുടെ കഥ നന്ദജൻ തൻ്റെ കാതിൽ. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. പൊന്നുഗുരുവായൂരപ്പൻ്റെ അനൽപമായ കൃപാകടാക്ഷങ്ങളെ കൊണ്ട് ശ്രീമദ് ഭാഗവതം അറിയാനലിയാൻ എന്ന അക്ഷരപൂജ ഇന്ന് 874 ദിവസത്തിലേക്ക് എത്തുമ്പോൾ ഭാഗവതം ഏകാദശ സ്കന്ധത്തിലെ 27 അധ്യായം ക്രിയായോഗം അല്ലെങ്കിൽ ഭഗവാന്റെ പൂജാവിധികളെക്കുറിച്ചുള്ള ഉദ്ധവൻ്റെ ചോദ്യങ്ങളാണ് ആദ്യത്തെ 5 ശ്ലോകങ്ങളിലൂടെ കഴിഞ്ഞ ദിവസം നമ്മൾ അനുസ്മരിച്ചത്. അതിനുള്ള മറുപടിയായിട്ട് എങ്ങനെയാണ് പൂജ കഴിക്കേണ്ടത് എന്ന് ഭഗവാൻ ഉദ്ധവന് പറഞ്ഞു കൊടുക്കുകയാണ്. ഭഗവാൻ പറയുന്നു, നഹ്യന്തോനന്ദപാരസ്യ കർമ്മകാണ്ഡസ്യ ചോദ്ധവ സംക്ഷിപ്തം വർണ്ണയിഷ്യാമി യഥാവദനുപൂർവശാം. ഹേ ഉദ്ധവ, അനന്തപാരസ്യ കർമ്മകാണ്ഡസ്യ അവസാനമില്ലാത്ത കർമ്മകാണ്ഡത്തിന് അന്തഃ അറ്റം നഹി ഇല്ല. സംക്ഷിപ്തം യഥാവത് അനുപൂർവശ വർണ്ണയിഷ്യാമി. സംക്ഷിപ്തമായി ചുരുക്കമായിട്ട് വേണ്ടുന്ന തരത്തിൽ യഥാവത് അനുപൂർവശ ക്രമം പോലെ വർണ്ണിച്ചു തരാം. പൂജാക്രമത്തെ വിവരിക്കുന്ന കർമ്മകാണ്ഡം എത്ര വലുതാണ് എന്ന് ആർക്കും പറയാൻ സാധിക്കില്ല. അത്രയും വിസ്താരമേറിയതാണ്. അതുകൊണ്ട് അതിനെ മുഴുവൻ പറയുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടാണ്. അതിനെ ചുരുക്കി പറഞ്ഞു തരാം എന്ന് പറയുന്നു. അവശ്യം അറിയേണ്ട കാര്യങ്ങൾ വേണ്ടുന്ന തരത്തിൽ യഥാവത് വർണ്ണയിഷ്യാമി വേണ്ട പോലെ പറഞ്ഞു തരാം എന്ന് പറയുന്നു. വൈദികസ്താന്ത്രികോ മിശ്ര ഇതി മേ ത്രിവിധോ മഖ ത്രയാണാമീപ്സിതേനൈവ വിധിനാമാം സമർച്ചയേൽ.
വൈദിക വേദസംബന്ധമായിട്ടുള്ളത്, താന്ത്രിക താന്ത്രിക സംബന്ധമായിട്ടുള്ളത്, മിശ്ര ഇത് രണ്ടും ചേർന്നത്. ഇങ്ങനെ മേ മഖ എൻ്റെ പൂജ ത്രിവിധ 3 തരത്തിലാണുള്ളത്. ത്രയാണാം മൂന്നിൽ വെച്ചും ഈപ്സിതേന വിധിന ഏവ 3 വെച്ച് ഇഷ്ടമുള്ള അനുഷ്ഠാനത്തിൽ തന്നെ മാം സമർച്ചയിൽ എന്നെ പൂജിക്കണം. മന്ത്രവും അംഗങ്ങളും വേദത്തിൽ പറഞ്ഞിരിക്കുന്നതിനെ മാത്രം സ്വീകരിച്ച് പൂജ ചെയ്യുക. ഈ പൂജാക്രമത്തിനാണ് വൈദിക വിധി എന്ന് പറയാം. പുരുഷ സൂക്തം അല്ലെങ്കിൽ അതൊക്കെ വൈദിക മന്ത്രങ്ങളാണ്. ഇതേപോലെയുള്ളതൊക്കെ വൈദികമാണ്. തന്ത്രത്തിൽ പറഞ്ഞ തരത്തിലുള്ള പൂജാവിധിക്ക് താന്ത്രികം എന്ന് പേര്. ഇത് രണ്ടും ചേർന്നതാണ് പൊതുവിൽ എല്ലാവരും അനുഷ്ഠിക്കുന്ന മിശ്രം എന്നുള്ളത്. ഇങ്ങനെ 3 വിധത്തിലുള്ള പൂജാവിധികളുണ്ട്. വൈദികമുണ്ട്, താന്ത്രികമുണ്ട്, ഇത് രണ്ടും ചേരുന്ന മിശ്രവുമുണ്ട്. ഇതിൽ ഏതാണോ സാധകന് ഉപാസകന് ഇഷ്ടം ആ രീതിയിൽ ഏതിലാണോ ശ്രദ്ധ വരുന്നത് അത് അനുസരിച്ച് ആ മാർഗമനുസരിച്ച് എന്നെ പൂജിക്കൂ. യഥാ സ്വനിഗമേനോക്തം ദ്വിജത്വം പ്രാപ്യ പൂരുഷ യഥാ യജേത മാം ഭക്ത്യാ ശ്രദ്ധയാ തന്നിബോധമേ. ഇവിടെ പറയുകയാണ് പുരുഷൻ സ്വനിഗമേന തൻ്റെ വേദത്താൽ ഉക്തം പറയപ്പെട്ടിരിക്കുന്ന ദ്വിജത്വം ബ്രാഹ്മണൻ എന്ന അവസ്ഥയെ പ്രാപിച്ചിട്ട് ഭക്തിയാ ശ്രദ്ധയാ യഥ ഭക്തിയോടും ശ്രദ്ധയോടും ഏതു വിധത്തിൽ മാം യജേത എന്നെ യജിക്കണമോ തത് മേ നിബോധ അത് എന്നിൽ നിന്ന് മനസ്സിലാക്കിക്കൊള്ളൂ. ഇവിടെ ഉപനയനകാലം, സമ്പ്രദായം ഇതൊക്കെ വേദത്തിൽ ഓരോ ശാഖകളിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓരോന്നിനെയും അനുസരിക്കുന്നവർക്ക് അതത് ശാഖകളാണ് പ്രമാണം എന്ന് പറയുന്നു. അങ്ങനെ വരുമ്പോൾ ഉപനയനം കഴിഞ്ഞാൽ ആ പുരുഷൻ ദ്വിജനായിട്ട് തീരുന്നു. 2ാമത്തെ ജന്മം, ഇതാണ് ദ്വിജൻ എന്ന് പറഞ്ഞത്. ഇങ്ങനെ കർമ്മത്തിന് അധികാരിയായി മാറുന്ന ഒരാൾ ഏത് തരത്തിലാണ് പൂജിക്കേണ്ടത് എന്ന് ഞാൻ പറഞ്ഞു തരാം. ഉദ്ധവ അതിനെ ശ്രദ്ധയോടുകൂടി കേട്ടോളൂ. എങ്ങനെയൊക്കെയാണ്? അർച്ചായാം സ്ഥണ്ഡിലേഗ്നൗ വാ സൂര്യേ വാപ്സു ഹൃദി ദ്വിജേ ദ്രവ്യേണ ഭക്തിയുക്തോർച്ചേൽ സ്വഗുരും മാമമായയാ. അർച്ചായാം സ്ഥണ്ഡിലെ, അർച്ചായം എന്ന് പറഞ്ഞാൽ ബിംബത്തിൽ, വിഗ്രഹത്തിൽ, സ്ഥണ്ഡിലെ നിലത്ത്, അഗ്നൗവ അഗ്നിയിൽ, സൂര്യേവ സൂര്യനിൽ, അപ്സു വെള്ളത്തിൽ, ഹൃദയത്തിൽ, ദ്വിജേ ബ്രാഹ്മണനിൽ, അമായയ കപടം കൂടാതെ ഇവരിലൊക്കെ പൂജിക്കാം. അപ്പോൾ കപടമില്ലാതെ സ്വഗുരും മാം തൻ്റെ ഗുരുവായിരിക്കുന്ന എന്നെ ദ്രവ്യേണ ഭക്തിയുക്ത അർച്ചേൽ പൂജാപദാർത്ഥങ്ങൾ കൊണ്ട് പൂജാദ്രവ്യങ്ങൾ കൊണ്ട് ഭക്തിയോടുകൂടി പൂജിക്കണം. പൂജിക്കാനുള്ള സ്ഥാനങ്ങൾ ഇന്നിന്നതാണെന്ന് ഭഗവാൻ പറയുകയാണ്. പൂജ്യനായിരിക്കുന്ന ഞാനും ഗുരുവും ഒന്ന് തന്നെയാണ് എന്ന് സങ്കല്പിച്ചും കൊണ്ട് ബിംബത്തിൽ ഭഗവാനെ പൂജിക്കാം. നിലത്ത് പത്മോട്ടിട്ട് അതിൽ ഭഗവാനെ പൂജിക്കാം. അഗ്നിയിലേക്ക് ആ സമർപ്പണം ചെയ്തും കൊണ്ട് ആജ്യം ഒക്കെ സമർപ്പിച്ചുകൊണ്ട് പൂജിക്കാം. സൂര്യന് നമസ്കാരാദികളെ കൊണ്ട് പൂജിക്കാം. വെള്ളത്തിൽ തർപ്പണാദികളെ കൊണ്ട് പൂജിക്കാം. ഹൃദയത്തിൽ ഭഗവാനെ പൂജിക്കാം. ബ്രാഹ്മണരെ കാല് കഴുകിച്ചൂട്ടുക, ആ രീതിയിൽ ഭഗവാനെ പൂജിക്കാം. എന്നാൽ ഇതൊക്കെ തന്നെ കാപട്യമില്ലാതെ, ലവലേശം കപടഭാവമില്ലാതെ ഭക്തിയോടുകൂടി പൂജിക്കണം. അവിടെ ഒരിക്കലും ഒരു ഫലം കാക്ഷിച്ചുകൊണ്ട് നമ്മൾ പൂജ ചെയ്യാൻ പാടില്ല എന്നാണ്. അപ്പോൾ ഫലം കാക്ഷിച്ചുകൊണ്ട് പൂജിക്കുന്നത് ഈശ്വരഭക്തി കൊണ്ടുള്ള പൂജയല്ല, മറിച്ച് നമ്മുടെ കാര്യം നടക്കാനുള്ള ഒരു ഏർപ്പാട് മാത്രമാണ്. അപ്പോൾ ഫലകാംക്ഷ കൊണ്ടുള്ള പൂജയായി മാറുന്നു അത്. അതുകൊണ്ട് ഫലാഭിസന്ധി കൂടാതെ പൂജിക്കുന്നതാണ് കാപട്യമില്ലാത്ത അമായയ പൂജ, കാപട്യമില്ലാത്ത പൂജ എന്ന് ഭഗവാൻ പറഞ്ഞു തരുന്നു. ആദ്യം എന്തു വേണം? പൂർവം സ്നാനം പ്രകുർവീത ധൗതദന്തോംഗശുദ്ധയേ ഉഭയൈരപി ച സ്നാനം മന്ത്രൈർ മൃദ്ഗ്രഹണാദിന. പൂർവം ആദ്യം,
ധൗതദന്ത, ദന്തധാവനം ചെയ്യുക. അംഗശുദ്ധയെ, ദേഹശുദ്ധിക്കായിക്കൊണ്ടോ സ്നാനം പ്രകുർവീത, അവിടെ ആ കുളി തുടങ്ങിയവ നടത്തുക. പല്ല് തേപ്പ്, അത് ദേഹശുദ്ധിക്ക് മുതലായവ കഴിച്ച് ദേഹശുദ്ധിക്കായി വേദത്തിലും തന്ത്രത്തിലും പറഞ്ഞിട്ടുള്ള മന്ത്രതന്ത്രങ്ങൾ കൊണ്ടും അതേപോലെ തന്നെ മന്ത്രൈ മൃഗ്രഹണാദിന, മണ്ണ് ഗോമയം തുടങ്ങിയ ലേപനവൃത്തികൾ കൊണ്ടും ദേഹശുദ്ധിയും അതേപോലെ തന്നെ അന്ധകരണശുദ്ധിയും വരുന്ന തരത്തിൽ കാലത്തെഴുന്നേറ്റ് കുളിക്കണം എന്ന്. അപ്പോൾ ബ്രാഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കുക. ഈ പ്രവർത്തികളൊക്കെ സ്മൃതിയിൽ നിന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുക. കാലത്ത് നേരത്തെ എഴുന്നേൽക്കുക, അല്ലേ? ഭഗവാന്റെ ആ ഒരു ദിവസത്തെ പ്രവർത്തികൾ നമ്മൾ കാണുന്നുണ്ട് ദശമസ്കന്ധത്തിൽ. അവിടെ ഭഗവാൻ കാലത്ത് എഴുന്നേൽക്കണു, തൻ്റെ ആ ശയ്യയിൽ തന്നെ ഇരുന്നു കൊണ്ട് ധ്യാനിക്കണു, പിന്നെ കയ്യിലേക്ക് നോക്കണു, ഇല്ലേ? കയ്യിൽ നോക്കിയിട്ട് കരാഗ്രേ വസതേ ലക്ഷ്മി, കരമധ്യേ സരസ്വതി, കരമൂലേതു ഗോവിന്ദോ, പ്രഭാതേ കരദർശനം എന്നുള്ള രീതിയിൽ ഇങ്ങനെയൊക്കെ വേണം എന്ന് പറയുന്നു. പിന്നെ സന്ധ്യോപാസ്ത്യാദി കർമാണി വേദേനാചോദിതാനി മേ പൂജാം തൈ കൽപ്പയേൽ സമ്യക് സങ്കൽപ്പ കർമ്മപാവനിം. വേദേന ആചോദിതാനി, വേദം കൊണ്ട് സമസ്തമായി നിയമിക്കപ്പെട്ടിരിക്കുന്ന സന്ധ്യോപാസ്ത്യാദി കർമാണി, സന്ധ്യാവന്തനാദി കർമ്മങ്ങളോടുകൂടി സമ്യക് സങ്കൽപ്പ, ശുദ്ധസങ്കല്പം ചെയ്തും കൊണ്ട് കർമ്മപാവനിം മേ, കർമ്മത്തെ ശുദ്ധമാക്കുന്ന എൻ്റെ പൂജയെ തൈ കൽപ്പയിൽ, അവ കൊണ്ട് കൽപ്പിക്കണം എന്ന് ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ സന്ധ്യാവന്തനാദി കർമ്മങ്ങൾ വേദത്തിൽ പറഞ്ഞ പോലെ നടത്തണം. ഈശ്വരനായ എൻ്റെ പ്രീതിക്കായിക്കൊണ്ട് പൂജിക്കണു എന്ന് മാത്രമേ വിചാരിക്കാൻ പാടുള്ളൂ. പൂജയ്ക്ക് ശേഖരിച്ച പുഷ്പം, ഗന്ധം, ജലം, ധൂപം, ദീപം, നൈവേദ്യം തുടങ്ങിയ പദാർത്ഥങ്ങൾ കൊണ്ട് കർമ്മപാശത്തെ വേററുത്ത് പരിശുദ്ധി വരുത്തുന്നതായ എൻ്റെ പൂജയെ ചെയ്യണം. അപ്പോൾ ഇവിടെ പറയുകയാണ്, ആ സന്ധ്യാവന്തനാദി കർമ്മങ്ങളുടെ പ്രത്യേകത എന്താ? സന്ധ്യാവന്തനം ചെയ്യുന്നത് കൊണ്ട് പ്രത്യേക ഗുണമില്ല എന്നാണ് പറയുക. പക്ഷേ സന്ധ്യാവന്തനം ചെയ്യുന്ന ആളുകൾക്ക് മറ്റു പ്രവൃത്തികൾ സഫലങ്ങളായിട്ട് വരുള്ളൂ. അപ്പം അതുകൊണ്ട് സന്ധ്യാവന്തനാദി കർമ്മങ്ങൾ ചെയ്ത് കർമ്മപാശത്തെ മുറിക്കുന്ന ഭഗവാന്റെ ആ ധർമാനുസാരിയായ പൂജ വളരെ ഭംഗിയായിട്ട് നിർവഹിക്കുകയാണ് വേണ്ടത്. എവിടെയൊക്കെ പൂജിക്കാം, ഏതൊക്കെ തരത്തിൽ ബിംബങ്ങൾ ഉണ്ടാക്കാം. ശൈലി, ദാരുമയി, ലൗഹി, ലേപ്യ, ലേഖ്യ ച സൈകതി, മനോമയി, മണിമയി, പ്രതിമാഷ്ടവിധ സ്മൃത. ശൈലി, ശില കൊണ്ടുണ്ടാക്കിയത്. ദാരുമയി, ദാരു കൊണ്ട്, മരം കൊണ്ടുണ്ടാക്കിയത്. ലൗഹി, ലോഹം കൊണ്ടുണ്ടാക്കിയത്. ലേപ്യ, ലേപനം ചെയ്തുണ്ടാക്കിയത്. ലേഖ്യ, വരച്ചുണ്ടാക്കിയത്. സൈകതി, മണൽ കൊണ്ടുണ്ടാക്കിയത്. മനോമയി, മനസ്സുകൊണ്ട് സങ്കല്പിച്ചത്. മണിമയി, രത്നം കൊണ്ട് ഉണ്ടാക്കിയത്. ഇങ്ങനെ പ്രതിമ അഷ്ടവിധ സ്മൃത, ബിംബങ്ങൾ, വിഗ്രഹങ്ങൾ ഇത്തരത്തിൽ 8 തരത്തിലുണ്ട് എന്ന് പറയപ്പെട്ടിരിക്കുന്നു. കല്ല്, മരം, ലോഹങ്ങൾ എന്നിവ കൊണ്ടുണ്ടാക്കിയ ബിംബങ്ങൾ. ശിലാബിംബം, ദാരുബിംബം, ലോഹബിംബം, അല്ലേ? അപ്പം ശിലയിൽ നിന്ന് ഒരു ശില്പി വിഗ്രഹത്തെ കൊത്തി ആ വിഗ്രഹത്തെ പൂജിക്കുക. അപ്പം ശില്പിയുടെ അടുത്ത് ചോദിച്ചു, എങ്ങനെയാണ് ഈ വിഗ്രഹം കൊത്തി ഉണ്ടാക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ശില്പി പറയുകയാണ്, ഈ വിഗ്രഹം ഈ കല്ലിലുണ്ട്, ആ വിഗ്രഹമല്ലാത്തതിനെ മുഴുവൻ ഞാൻ മാറ്റിക്കളഞ്ഞപ്പോൾ വിഗ്രഹം തെളിഞ്ഞു വന്നു. അങ്ങനെ ആലോചിക്കുമ്പോൾ അതും ശരിയാണ്, അല്ലേ? അങ്ങനെ ശില കൊണ്ടുണ്ടാക്കിയത്, മരം കൊണ്ടുണ്ടാക്കിയത്, മരം ഉളിയൊക്കെ വെച്ച് ഭംഗിയായി ചെത്തി മിനുക്കി ഭഗവത് സ്വരൂപത്തിൻ്റെ ആ തലത്തിലേക്ക് മാറ്റി മരം കൊണ്ട്. പിന്നെ ലോഹം കൊണ്ടുണ്ടാക്കാറുണ്ട്, വെള്ളി കൊണ്ട്, സ്വർണം കൊണ്ട്, ചെമ്പ് കൊണ്ട്, ഓട് കൊണ്ട്, പിന്നെ പഞ്ചലോഹങ്ങൾ ഒരുമിച്ച് ചേർത്തുകൊണ്ട് പഞ്ചലോഹ വിഗ്രഹം. ഇങ്ങനെ പിന്നെ ചന്ദനം, കുങ്കുമം മുതലായ ലേപനദ്രവ്യങ്ങൾ കൊണ്ട്
നിലത്തോ ചുമരിലോ ഉണ്ടാക്കുന്നത്. ചന്ദനം ചാർത്തുക അല്ലേ, വിഗ്രഹത്തിൽ തന്നെ ചന്ദനം ചാർത്തുന്നത് ഈ ലേപനത്തിൻ്റെ ഒരു ഭാഗമാണ്. പിന്നെ കണ്ണാടി, കടലാസ് തുടങ്ങിയവയിലൊക്കെ ചായം കൊടുത്തോ വരച്ചോ ഒക്കെ ഉണ്ടാക്കാം. അതിന് ലേഖ്യ എന്ന് പറയുന്നു. പിന്നെ അതേപോലെ തന്നെ മണലിൽ ഭഗവാന്റെ സ്വരൂപം ഉണ്ടാക്കിയിട്ട് അതിനെ പൂജിക്കാം. ഗോപികമാര് കാർത്യായനി വ്രതം അനുഷ്ഠിക്കുമ്പോൾ ഹേമന്തേ പ്രഥമേ വാസി നന്ദവ്രജ കുമാരിക, ആ ഗോപികമാരെന്താ ചെയ്യണത്? യമുനയുടെ തീരത്ത് മണലുകൊണ്ട് ഭഗവതിയുടെ വിഗ്രഹം ഉണ്ടാക്കുകയാണ്. അതിനെയാണ് പൂജിക്കുന്നത്. ഇതേപോലെ തന്നെ ഇതൊക്കെ ബാഹ്യപദാർത്ഥങ്ങളെ കൊണ്ടുണ്ടാക്കുന്നതാണ്. മനസ്സിൽ ഭഗവാനെ പൂജിക്കാം. ഹൃദിസ്ഥം പൂജയാമാസ എന്ന് സാക്ഷാൽ ഭീഷ്മ പിതാമഹൻ ഭഗവാനെ പൂജിക്കുന്നത് നമ്മൾ പ്രഥമസ്കന്ധത്തിൽ കേട്ടു. പിന്നെ അങ്ങനെ ഹൃദയത്തിലാണെങ്കിൽ ഇഷ്ടമുള്ള രൂപം ധ്യാനിച്ചുറപ്പിച്ച് അവിടെ പൂജിക്കുക. പിന്നെയോ അതേപോലെ തന്നെ ഇനി രത്നങ്ങളെ കൊണ്ട് മണിമയി രത്നങ്ങൾ ഒക്കെ വെച്ചിട്ട് ഭഗവാനെ പൂജിക്കാം. ചലാചലേ ദിദ്വിധ പ്രതിഷ്ഠാ ജീവമന്ദിരം ഉദ്വാസാവാഹനേ നസ്തസ്ഥിരായാമുദ്ധവാർച്ചനേ. ഇത് തന്നെ രണ്ട് തരത്തിലുണ്ട്, ചല അചല, ഇളകുന്നതും ഇളകാത്തതും. ഇത് പ്രതിഷ്ഠ, പ്രതിമയാകുന്ന ജീവമന്ദിരം, ഭഗവാന്റെ മന്ദിരം ദ്വിവിധ, രണ്ട് വിധത്തിലുണ്ട്. ഉദ്ധവ സ്ഥിരായാം അർച്ചനെ, സ്ഥിരമായിരിക്കുന്ന ബിംബത്തിൽ, ഉദ്വാസാവാഹനെ നസ്ത, ആവാഹനവും ഉദ്വസിക്കലും രണ്ടും പതിവില്ല എന്നാണ്. പക്ഷേ താന്ത്രിക പൂജാവിധികൾ അനുസരിച്ച് ആവാഹനം നടക്കും, ഉദ്വസിക്കാറില്ല. ഭഗവത് സന്നിധാന മന്ദിരം രണ്ട് തരത്തിലാണ്, ചല അചല. കൊണ്ടു നടക്കാവുന്നത് ചല, അല്ലാത്തത് അചല. ഇപ്പം സ്ഥിരപ്രതിഷ്ഠയിൽ പൂജിക്കുമ്പോൾ ആവാഹനവും ഉദ്വാസനവും വേണ്ട എന്ന് പറയാറുണ്ട്. അപ്പോൾ എവിടെ എല്ലാ സമയത്തും ഭഗവത് സാന്നിധ്യമുണ്ട്. എങ്കിലും കേരളീയ പൂജാവിധി അനുസരിച്ച് ആവാഹനം, എല്ലാ പൂജയ്ക്കും ആവാഹനം പതിവുണ്ട് താനും. പിന്നെ അപ്പോൾ മന്ത്രപൂർവം ആവാഹിക്കുകയോ പൂജാനന്തരം അതിനെ ഉദ്വസിക്കുകയോ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് ഇവിടെ ഭാഗവതം പറയണു എന്ന് മാത്രം. പിന്നെ അസ്ഥിരായാം വികൽപ്പസ്യാൽ സ്ഥണ്ഡിലേതു ഭവേദ്വയം സ്നപനം ത്വവിലേപ്യായാമന്യത്ര പരിമാർജനം. അസ്ഥിരായാം വികൽപ്പ, സ്ഥിരമല്ലാത്ത പ്രതിഷ്ഠയിൽ വികൽപ്പം സ്യാദ്, ഉണ്ടാവണം. സ്ഥണ്ഡിലേതു, സ്ഥണ്ഡിലത്തിലോ ദ്വയം, രണ്ടും ഉണ്ടാവണം. അവിലേപ്യായ, ലേപ്യയല്ലാത്തതിൽ സ്നപനം, അഭിഷേകം വേണം. അന്യത്ര, മറ്റുള്ളതിൽ പരിമാർജനം, തുടച്ചാൽ മതി. സ്ഥിരപ്രതിഷ്ഠയല്ലാത്തത് കൊണ്ട് സാളഗ്രാമം ഒഴികെയുള്ള ബിംബങ്ങളിൽ സാധകന്റെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഭൂമിയിലാണെങ്കിലോ രണ്ടും വേണം അല്ലേ. എഴുതിയുണ്ടാക്കിയതോ ലേപനദ്രവ്യ നിർമ്മിതമായ പ്രതിമകളിൽ അഭിഷേകം വേണം. മറ്റുള്ളവ കൈകൊണ്ട് തുടച്ചാൽ മതി എന്ന് ഭഗവാൻ പറയുന്നു. എന്നിട്ട് പറഞ്ഞു, ദ്രവ്യൈ പ്രസിദ്ധേർമദ്യാഗ പ്രതിമാദിഷ്വമായിന ഭക്തസ്യ ച യഥാ ലബ്ധൈ ഹൃദി ഭാവേന ചൈവഹി. പ്രസിദ്ധൈ ദ്രവ്യൈ, പ്രസിദ്ധങ്ങളായ ദ്രവ്യങ്ങൾ കൊണ്ട്, പ്രതിമാദിഷു, പ്രതിമാദികളിൽ, അമായിനഹ ഭക്തസ്യ, കപടമില്ലാത്ത ഭക്തൻ, യഥാലബ്ധൈ, കിട്ടുന്നതിനനുസരിച്ച്, ഹൃദി, ഹൃദയത്തിൽ സങ്കല്പം കൊണ്ട്, മദ്യാഗ, എൻ്റെ പൂജ ചെയ്യാം. പ്രതിമകൾ പൂജിക്കുമ്പോൾ, അതിലേക്ക് പൂജിക്കുമ്പോൾ ശാസ്ത്രപ്രസിദ്ധങ്ങളായ കാലദേശങ്ങൾക്ക് അനുസരിച്ച് സിദ്ധിക്കുന്ന പുഷ്പം, നിവേദ്യം തുടങ്ങിയവ കൊണ്ട് പൂജിക്കണം. പക്ഷേ അവിടെ കാപട്യം ഉണ്ടാവാനേ പാടില്ല എന്നാണ്. ഹൃദയത്തിൽ പൂജിക്കുമ്പോഴോ സങ്കല്പശക്തി കൊണ്ട് ദ്രവ്യങ്ങൾ ഉണ്ടാക്കി അതുകൊണ്ട് പൂജിക്കണം. സ്നാനാലങ്കരണം പ്രേഷ്ഠമർച്ചയാമേവ തുദ്ധവ സ്ഥണ്ഡിലേ തത്വവിന്യാസോ വഹ്നാവാജ്യപ്ലുതം ഹവി. ഉദ്ധവ അർച്ചായാം ഏവ, ബിംബത്തിൽ തന്നെ, സ്നാനാലങ്കരണം, അഭിഷേകം, അലങ്കാരം, പ്രേഷ്ഠം, അത് ശ്രേഷ്ഠമാണ്. സ്ഥണ്ഡിലെ, നിലത്തോ,
തത്വവിന്യാസ, തത്വങ്ങളുടെ സ്ഥാപനം. വഹ്നൗ, വഹ്നിയില് ആജ്യപ്ലുതം, നെയ് കൊണ്ട് നനച്ചതായ ഹവിസ്. അടുത്ത ശ്ലോകത്തിൽ പറയുന്നു, സൂര്യേ ചാഭ്യർഹണം പ്രേഷ്ടം സലിലേ സലിലാദിഭി ശ്രദ്ധയോപാഹൃതം പ്രേഷ്ടം ഭക്തേന മമ വാര്യപി. സൂര്യനിലോ അഭ്യർഹണം, അർഘ്യം മുതലായവയത് പ്രേഷ്ടം, ശ്രേഷ്ഠമാണ്, ഉത്തമമാണ്. സലിലേ സലിലാദിഭി, വെള്ളത്തിൽ ജലം മുതലായവ കൊണ്ട് തർപ്പണം ചെയ്യുക. ഭക്തേന, ഭക്തനാൽ. ശ്രദ്ധയാ ഉപാഹൃതം, ഭക്തന്റെ കാര്യം ഭഗവാൻ പ്രത്യേകം പറയുകയാണ്. ശ്രദ്ധയോടുകൂടി കൊണ്ടുവരുന്ന വാരി അപി, ജലം പോലും എനിക്ക് പ്രേഷ്ടം, ഏറ്റവും ഇഷ്ടമാണ് എന്ന് പറയുന്നു. ബിംബത്തിൽ പൂജിക്കുമ്പോൾ അഭിഷേകം വേണം, ആഭരണം ചാർത്തണം. നിലത്താണെങ്കിലോ മന്ത്രാക്ഷരങ്ങൾ കൊണ്ട് അതത് ദേവതകളുടെ അവയവാദിഭാഗങ്ങൾ സ്ഥാപിച്ച് ആ രീതിയിൽ പൂജ കഴിക്കണം. അഗ്നിയിലാണെങ്കിലോ ഹോമത്തിനുള്ള പദാർത്ഥങ്ങൾ നെയ്യ് ചേർത്ത് സമർപ്പിക്കണം. സൂര്യനിലാണെങ്കിൽ ഉപസ്ഥാപനം, ജലത്തിൽ ജലം, പാല്, പുഷ്പം തുടങ്ങിയവ കൊണ്ട് പൂജിക്കാം. പക്ഷേ എന്നിൽ ശുദ്ധഭക്തിയുള്ളവൻ എനിക്കായിട്ട് കൽപ്പിക്കുന്ന പദാർത്ഥം, എനിക്കായി നൽകാൻ ഉദ്ദേശിക്കുന്നത് ഒരു തുള്ളി വെള്ളമാണെങ്കിൽ പോലും ഞാൻ അതിനെ ഏറ്റവും കൂടുതൽ താല്പര്യപ്പെടുന്നു. അതിനപ്പുറം വേറെ ഇല്ല. ഭക്തിക്കാണ് പരമപ്രാധാന്യം. ദ്രവ്യങ്ങൾ എന്തുമാവട്ടെ, ഭഗവാൻ തന്നെ പറയുന്നുണ്ട് അല്ലേ, പത്രം, പുഷ്പം, ഫലം, തോയം. ഇപ്പം ഇവിടെ വെള്ളമാണെങ്കിൽ പോലും ഭക്തിയോടുകൂടി തന്നാൽ അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വിശേഷമായിട്ടുള്ളതാണ്, അതിനോടാണ് എനിക്ക് ഏറ്റവും താല്പര്യം എന്ന് പറയുന്ന ആ 17ാമത്തെ ശ്ലോകത്തോടുകൂടി നമ്മൾ ഇന്ന് ഭഗവത്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. 18ാമത്തെ ശ്ലോകം മുതൽ നാളെ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. ഞങ്ങൾ ആരതിയുണ്ടാവാ ഹരിപാദത്തിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരതിയുണ്ടാവാ ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ശ്രീമദ്ഭാഗവതം പുണ്യം പാവനമാം ഗ്രന്ഥം ശ്രീശുകമാമുനി പാടിയ ഗീതം നൽകുന്നു മുക്തി. സതതം നൽകിയിടും ഭക്തി. പാപികളെന്നാലും നിത്യം രക്ഷിക്കും ഗ്രന്ഥം പരമാനന്ദ സുധാരസമയമി ഹരിലീലാസാരം. നിത്യം വേദത്തിൻ സാരം. വൈരാഗ്യം, ജ്ഞാനം, ഭക്തി എന്നിവ നൽകിയിടും വൈകല്യങ്ങൾ തീർത്തിടുന്നൊരു സുന്ദരമാം ഗീതം. നിത്യം നൽകും കൈവല്യം. കലിമലമഥനി പാപവിനാശിനി സതതം സേവയ ചെയ്യുന്നോർക്കോ സുഖകാരിണി ഗ്രന്ഥം. നിത്യം നൽകും സായുജ്യം. ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരതിയുണ്ടാവാൻ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരതിയുണ്ടാവാൻ ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങൾ ആരതിയൊഴിയുന്നു. കണ്ണ ആരാധിക്കുന്നു. രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ
രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. മീനായി മണ്ണിൽ പിറന്നൊരു ദേവ ശരണം മേ തവ ചരണയുഗം. കച്ഛപരൂപമെടുത്തൊരു ദേവ ശരണം മേ തവ ചരണയുഗം. സൂകരഭാവമണിഞ്ഞൊരു ദേവ ശരണം മേ തവ ചരണയുഗം. നരഹരി രൂപമെടുത്തൊരു നാഥ ശരണം മേ തവ ചരണയുഗം. വാമനനായി വിളങ്ങിയ ദേവ ശരണം മേ തവ ചരണയുഗം. ഭാർഗവരാമനതായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ദശരഥനന്ദനായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ബലമേറുന്നൊരു രാമനാഥ ശരണം മേ തവ ചരണയുഗം. ദേവകി നന്ദന വസുദേവാത്മജ ശരണം മേ തവ ചരണയുഗം. യശോദതനയാ സുന്ദര രൂപ ശരണം മേ തവ ചരണയുഗം. ദ്വാരകവാസാരുക്മിണികാന്ത ശരണം മേ തവ ചരണയുഗം. കലികാലത്തിൽ കൽക്കിയും നീയേ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. ചോറ്റാനിക്കര വാഴും ദേവി ശരണം മേ തവ ചരണയുഗം. സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം. ഹരിഹരപുത്ര ആശ്രിതമിത്ര ശരണം മേ തവ ചരണയുഗം. സദ്ഗുരുനാഥ ഗുണപരിപൂർണ ശരണം മേ തവ ചരണയുഗം. മൂഷിക വാഹന മോദകഹസ്ത ശരണം മേ തവ ചരണയുഗം. ഭക്തജനപ്രിയ ഭാഗവത പ്രിയ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം. ഗുരുപവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ പരിപൂർണം തദസ്തു തേ. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷ. ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാം. സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ.
മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.